ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ് ഞാൻ അക്ഷര. KT3 ഇംഗ്ലീഷ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഒരു ഫൈനൽ റൗണ്ട് റിവിഷനിൽ ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് നമുക്കറിയാമല്ലോ, ഡിസംബർ 30 ആണ്. ഡിസംബർ 30 ആണ് നമുക്ക് കാറ്റഗറി 3യുടെ എക്സാം വരുന്നത്. നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് ഏരിയയെക്കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പഠിക്കാനുള്ള ഏരിയ ഉണ്ട്, പിന്നെ നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ കോർ പാർട്ട് വരുന്നുണ്ട് അല്ലേ, 80 മാർക്കിന് വരുന്നുണ്ട്. അവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. എങ്ങനെയാണ് 30 മാർക്കിൻ്റെ പെഡഗോജിയും 50 മാർക്കിൻ്റെ കണ്ടന്റ് കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസും ആണ്. അവിടെ നിങ്ങൾ എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യേണ്ടത്, എത്ര വാങ്ങണം, നമുക്കൊരു സേഫ് സോണിൽ എത്താനായിട്ട് എത്ര സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് ടെൻഷൻ അടിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ ബ്രിമ്മിലൊക്കെ സ്കോർ വന്ന് നിൽക്കുന്നവർ ഒരു ക്വസ്റ്റ്യൻ എങ്ങാണോ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത്തവണ കേട്ടിട്ട് നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ പേടിച്ചിരിക്കുന്നവർ കാണും. അങ്ങനെ ബ്രിമ്മിൽ വന്ന് നിൽക്കുക. നമ്മൾ എപ്പോഴും എയിം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ മാർക്ക് വാങ്ങാനായിട്ട് എയിം ചെയ്യണം. നമുക്ക് പെഡഗോജി ഒരു 30 മാർക്കിന് ചോദിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഏരിയയെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു 25 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഏരിയ തന്നെയാണ് പെഡഗോജി. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. അപ്പം ഈ ഒരു നമുക്ക് പഠിക്കാനായിട്ടുള്ള തിയറി പാർട്ട് അത് അതുപോലെ തന്നെ ചോദിക്കുന്ന ഏരിയ ആണ്. ചില സമയത്ത് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുമെങ്കിലും ചില സമയത്ത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. നമ്മുടെ ചാനലിലാണെങ്കിലും പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതൊക്കെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ദെൻ കണ്ടന്റ് കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് ഇവിടെ എത്തുമ്പോഴാണ് വളരെ വാസ്റ്റാണ്. 50 മാർക്കിനേ ചോദിക്കുകയുള്ളൂ, പക്ഷേ എന്താണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അവിടെയും പെഡഗോജിയിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെഡഗോജി തറവാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ 50 മാർക്കിനകത്തും നമുക്ക് അവിടുന്ന് ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓക്കെയാണ്. പിന്നെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൈറ്റേഴ്സിൻ്റെയും എല്ലാ വർക്ക്സും പഠിച്ചുകൊണ്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. ഇനിയുള്ള സമയം നിങ്ങൾ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഷേക്സ്പിയർ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഷേക്സ്പിയർ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള നേരമില്ല. ഇവിടെ ഒരു 50 മാർക്കിലൊരു 35 അങ്ങ് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട, ഒരു 35 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സേഫ് സോണിലോട്ട് എത്താവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് എക്സാം ഹാളിലോട്ട് എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും മിക്കവാറും ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മുമ്പത്തേക്ക് പരീക്ഷ നോക്കിക്കഴിഞ്ഞാലും സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ പോലെയൊക്കെയുള്ള ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഒരുപാട് അതിഭയങ്കര കട്ടുകെട്ടിയുള്ള ചോദ്യമൊന്നുമല്ല ചോദിച്ചത്. ഇപ്പോൾ റഷ്യൻ ഫോർമാലിസം ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിൾ ലെവലിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദെൻ റിമെമ്പറിങ് ക്രൊണോളജിക്കൽ ഓർഡർ, അത് പലർക്കും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടാക്കാൻ നമ്മുടെ രീതിയിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി പഠിക്കാം. കാരണം ക്രൊണോളജിക്കൽ ഓർഡറിലെ കാര്യങ്ങൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത റിമെമ്പറിങ് നെയിം ഓഫ് ഓതേഴ്സ് ആൻഡ് വർക്ക്സ്, അതെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ചു കാലം മുമ്പ് ഒരു സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന വർക്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര പോപ്പുലർ അല്ലാത്ത വർക്കുകൾ പോലും ചോദിക്കുന്ന ഒരു രീതി നമുക്ക് കണ്ട് വരുന്നുണ്ട്. അടുത്താണ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാ ലെവലിലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേൺ കാണാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പെഡഗോജിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോർ സബ്ജക്റ്റ് ഏരിയയിലാണെങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരും. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക എന്നത് തീർച്ചയായിട്ടും ഒരു ടാസ്ക്കായിട്ട് വന്നേക്കാം. ദെൻ തിയറി പാർട്ട്, ഒരുപാട് പേര് ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഏരിയ ആണ് തിയറി പാർട്ട്. നമുക്ക് ജസ്റ്റ് 20th സെഞ്ച്വറി ലിറ്ററേച്ചർ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ ഒരു നമ്മുടെ സിലബസിൽ പറഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മേഖലകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറലിസം പോലെയൊക്കെയുള്ള ഏരിയ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇനിയുള്ള സമയം നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ടുള്ളത് അല്ലെ? കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് മുമ്പിലുള്ള. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതും കൂടെ എന്ന് പറയാം. ഒന്ന്, അറ്റൻഡ് മോക്ക് എക്സാംസ്. മാക്സിമം മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് ആ ഒരു ടൈമിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് തീർച്ചയായും പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങളത് വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫോളോ ദ ക്രൊണോളജിക്കൽ ഓർഡർ ആസ് പെർ സിലബസ്. ഇനി നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴാണെങ്കിലും
സിലബസിൽ ഉള്ള പോലെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാം. അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത് പഠിക്കാൻ നിൽക്കല്ല, നമുക്ക് ഒഴിവാക്കി കളയാനായിട്ട് ഒരു മേഖലയും ഇല്ല. അപ്പോൾ ഒരു ഓർഡർ ഫോളോ ചെയ്ത് തന്നെ പഠിക്കാം. ദെൻ മാക്സിമം വർക്കൗട്ട്സ് ഓൺ പെഡഗോജി സെക്ഷൻ. പെഡഗോജിയുടെ ഒരു പ്രത്യേകത എന്താണ്? എത്ര പഠിച്ചാലും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നേക്കാം. അവിടെ എങ്ങനെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പെഡഗോജിയെ നമ്മൾ കൈപ്പിടിയിലാക്കണം. പെഡഗോജിയിലെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു നല്ലൊരു അസറ്റാണ്. നമ്മൾ സേഫ് സോണിലോട്ട് പോകാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഏരിയ ഈ ഒരു പെഡഗോജി ആയിരിക്കും. ദെൻ സെക്യൂർ ഗുഡ് സ്കോർ ഫോർ ജനറൽ സെക്ഷൻസ്. നമുക്കിപ്പം ജനറൽ ഇംഗ്ലീഷ് ഏരിയ വരുന്നുണ്ട്. കോംപ്രിഹെൻഷനൊക്കെ ഒരു ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കോംപ്രിഹെൻഷൻ ഈസി ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഏരിയയിൽ പരിചയമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഏരിയയിലൊക്കെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ഗ്രാമറൊക്കെ വളരെ സിമ്പിൾ ലെവലാണ് ചോദിക്കുന്നത്, അവിടെ മാർക്ക് സ്കോർ ചെയ്യും. പിന്നെ നമ്മുടെ സൈക്കോളജി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല, അവിടെയൊക്കെ നല്ല സ്കോർ സെക്യൂർ ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ഒരു ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ അത് അത്രയും കൂടെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്തെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അത് അത്ര ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ജനറൽ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് വെക്കുക. ദെൻ യൂസ് കോഡ്സ് ആൻഡ് ട്രിക്സ് ടു റിമെമ്പർ. എല്ലാം കൂടെ ഞാൻ കാണാപ്പാടം പഠിക്കാനായിട്ട് നമ്മൾ റോബോട്ടുമാരൊന്നും അല്ലല്ലേ. നമുക്ക് എന്താണ് ചെറിയ കോഡുകളൊക്കെ തയ്യാറാക്കി കുറച്ച് ട്രിക്സൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ രീതിയിലൊക്കെ അങ്ങ് പഠിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കാൻറ്റർബറി ടെയിൽസ് പോലുള്ളൊരു വർക്ക് എടുക്കുമ്പോഴത്തേക്കും തന്മാത്ര സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കാൻ പാടാണെങ്കിൽ എന്താ, നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമാ നടനായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നമുക്കത് ഓർമ്മയിൽ നിൽക്കും. കാൻറ്റർബറി ടെയിൽസിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും, സ്ക്വയറിൻ്റെ കഥാപാത്രം, നൈറ്റിൻ്റെ മകനായിട്ടുള്ള സ്ക്വയർ, എങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അല്ലേ, വളരെയധികം ലവബിൾ ആയിട്ടുള്ള ചാമിങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞു, വെൽ ഫാഷൻഡ് ആണ്. അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എന്താണ് ഒരു ഫ്രീക്കൻ ടൈപ്പായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് കോട്ടയം കുഞ്ഞുച്ചൻ സിനിമയിൽ ഇവനാണോ പരിഷ്കാരി എന്ന് പറഞ്ഞൊരു മീമുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ട്രോൾ പേജസിലൊക്കെ കാണാറുള്ളതാണല്ലേ. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ എന്ത് ചെയ്യുക, കണക്ഷൻസ് ഉണ്ടാക്കി പഠിക്കുക. അങ്ങനത്തെ കണക്ഷൻസൊക്കെ ഉള്ള വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള കണക്ഷൻസൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്രയും കാര്യമാണ് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ജസ്റ്റ് ഒരു എക്സാം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ എഴുതുന്നവർ കാണും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ലോങ് ടൈം ആയിട്ട് പഠിക്കണം, കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സസൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് നമ്മുടെ പുതിയ ബാച്ചിൽ പഠിച്ച് നല്ല രീതിയിൽ ഈ ഒരു പാറ്റേണൊക്കെ ഫോളോ ചെയ്ത് പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഇത്തവണ നല്ലൊരു വിജയം ലഭിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണല്ലേ ഈ എക്സാം, ഈ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസമായിട്ടാണ് നമുക്ക് എന്ത് ഈ ഒരു എക്സാം വരുന്നത്. അപ്പം ഇനി പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ കേട്ടിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ കേട്ടിട്ട് ഞാൻ ഉദ്ദേശിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമായിട്ടൊന്നും നിൽക്കണം. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം തന്നെ ആൻസർ കീ നോക്കുമ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ടാകും. സ്കോർ ചെയ്ത് വെച്ചിട്ട് അടുത്ത വർഷം എന്താണ് സമാധാനമായിട്ട് ഇരിക്കാം. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്